ഹലോ കൂട്ടുകാരെ, ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തേക്കിൻ്റെ കിളുന്ത് ഇല കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗമെന്ന് അല്ലേ. അപ്പം നമുക്ക് തേക്കിൻ്റെ കിളുന്ത് ഇല കൊണ്ട് മുറുവെണ്ണ ഉണ്ടാക്കാം. അപ്പോൾ ആ മുറുവെണ്ണ നമുക്ക് എന്തൊക്കെ ഉപയോഗത്തിന് കൊള്ളാമെന്നാണ്. പൊള്ളൽ വന്നാൽ നമുക്ക് മുറിവിനിട്ട് കൊടുക്കാം. നമുക്ക് മുറിവ് വന്നാൽ മുറിവിനിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊരു മുറിവ് വന്ന് പെട്ടെന്നൊരു പൊള്ളൽ വന്ന് നിങ്ങൾ 100 വെളിച്ചെണ്ണയോ ഒരു 200 വെളിച്ചെണ്ണയോ ഒക്കെ മേടിച്ചിട്ട് ഒരു 3 ഇല ഇതേ കണക്ക് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനെ പിച്ചി നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് തിളപ്പിച്ച് ചൂടാക്കി ഇതേ കണക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതേ കണക്ക് ഇളക്കി കൊടുക്കുമ്പം ചുമപ്പ് കളർ എണ്ണയാവും. അത് തിളച്ച് വരുമ്പോൾ ഈ കളറാവും. കണ്ട, ഈ കളറാവും. അപ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. പെട്ടെന്നൊരു മുറിവ് വന്നു, പെട്ടെന്നൊരു പൊള്ളൽ വന്നു. അപ്പം നിങ്ങളും ഇതുപോലെ വീട്ടിൽ ഇതുപോലെ വെളിച്ചെണ്ണ മേടിച്ചുകൊണ്ട് വന്ന് തേക്കിൻ്റെ ഇല കൊണ്ട് കിളിന്ത ഇല പറിച്ചുകൊണ്ട് വന്ന് മിറ്റിയില കൊള്ളൂല കേട്ടോ. മിറ്റിയില നമുക്ക് ശരിയാകത്തില്ല. അത് ഇതേ കണക്ക് കളറാവത്തില്ല. മിറ്റിപ്പോയ ഇലയ്ക്ക് ചുമപ്പ് കളറാവാൻ ബുദ്ധിമുട്ടാണ്, അതാവത്തില്ല. അപ്പോൾ ഇതേപോലെ കിളിന്ത ഇല ഇതേ കണക്ക് കണ്ട പിഞ്ചില കിളുന്ത ഇല കൊണ്ട് മാത്രമേ നമുക്ക് എണ്ണ കച്ചിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ എപ്പോഴും നിങ്ങൾ ശേഖരിച്ച് വെക്കണം. ഇതുപോലെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ ഇല പറിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ പിച്ചിയിട്ട് തിളപ്പിച്ച് എണ്ണ തിളയ്ക്കുമ്പോൾ ഇതങ്ങിട്ടിട്ട് കൊടുത്ത് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ട് ഒരു നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എടുത്തിട്ട് കാച്ചി നമ്മൾ ഇതേ കണക്ക് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് മുറിവ് വരുമ്പം നമുക്കൊരു പൊള്ളൽ വന്നാലും നമുക്ക് പെട്ടെന്ന് മുറിവിനിട്ട് കൊടുക്കാം, പൊള്ളലിന് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക, എല്ലാവരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.